Hello everyone. ഇനി നമ്മളുടെ എഗ് ചപ്പാത്തി റോൾ എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. ഫസ്റ്റ് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ചപ്പാത്തിക്കുള്ള മാവ് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 2 മുട്ട. ഇന്ന് 2 റോളാണ് ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പം ഒരു ചപ്പാത്തിക്ക് 1 മുട്ട. പിന്നെ സവോള, ക്യാപ്സിക്കം, ക്യാബേജ്, ക്യാരറ്റ് ഇത്രയും 2 ടേബിൾ സ്പൂൺ. അത് ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഏത് വേണമെങ്കിലും എടുക്കാം. ഓപ്ഷണലാണ് പച്ചമുളക്. അപ്പം കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ പച്ചമുളക് ഒഴിവാക്കാം. ഞാൻ 1 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പെപ്പർ 1 ടീസ്പൂൺ, ലൈം ജ്യൂസ് 1 ടീസ്പൂൺ, പിന്നെ മയണൈസും ഓപ്ഷണലാണ്. ടൊമാറ്റോ കെച്ചപ്പ്, സോയാ സോസ്, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോസ്. ഇപ്പോൾ ചില്ലി സോസ് ആണെങ്കിൽ സോയാ സോസിന് പകരം ചില്ലി സോസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനിയും നമ്മളുടെ മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കാരണം നമ്മൾ വെജിറ്റബിൾസിലും ഉപ്പിട്ടിട്ടുണ്ട്, ചപ്പാത്തി മാവിലും ഉപ്പിട്ടിട്ടുണ്ട്. അപ്പം ഉപ്പ് ശ്രദ്ധിച്ചിടുക. ഇനി നമ്മുടെ ഓംലെറ്റ് ഒന്ന് റെഡിയാക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് 2 റോളാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഓരോ റോളിനും ഓരോ മുട്ട, അങ്ങനെയാണ് അതിൻ്റെ ഒരു മെഷർമെൻറ്റ് വരുന്നത്. നമുക്ക് ഒരു മുട്ടയുടെ ഓംലെറ്റ് ഒന്ന് ഉണ്ടാക്കാം. ഇപ്പം ഒരു സൈഡ് ഒന്ന് മൂത്ത് കിട്ടാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം ലോ ഫ്ലെയിമിലാണ് ഞാൻ ചെയ്യുന്നത്. ഒരു സൈഡ് വെന്തിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് നമ്മൾ മുമ്പ് ഉണ്ടാക്കി വെച്ച ചപ്പാത്തി ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതിങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ റോൾ ചെയ്യുമ്പം ഈ മുട്ടയും ചപ്പാത്തിയും കൂടെ വിട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ ചെയ്യണമെന്ന് പറയുന്നത്. കാരണം അല്ലെങ്കിൽ മുട്ട കരിഞ്ഞു പോവും. ചപ്പാത്തി ഓൾറെഡി ആയിട്ടുള്ളതല്ലേ. പിന്നെ നമ്മുടെ ചപ്പാത്തിയും എഗ്ഗും ഒക്കെ റെഡിയായി. ഇനി ഇതൊന്ന് റോൾ ചെയ്തെടുക്കണ്ടേ. സോയാ സോസ് 1 തുള്ളി മതി. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ചില്ലി സോസ് വേണമെങ്കിലും ആഡ് ചെയ്യാം. ചപ്പാത്തി എഗ് റോൾ ഇവിടെ റെഡി.